ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിസമർത്ഥമായി സ്വന്തം ഭാര്യയെ സ്നേഹത്തിൽ കൂടെ തന്നെ ചതിച്ച ഒരു വിദഗ്ധനായ ഭർത്താവിനെ കുറിച്ചുള്ള ജീവിതാനുഭവം. ഒരു വീട്ടമ്മയുടെ, അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ ഇപ്പോഴും സഹിച്ച് ജീവിക്കുന്ന ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവമാണ്. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഇതിലെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭയങ്കര സ്നേഹമായി തന്നെ, നല്ല സ്നേഹത്തോടെ സ്വന്തം കുടുംബം നോക്കി വീട്ടിനകത്തൊരു വഴക്കോ വക്കാണമോ ഒന്നുമില്ലാതെ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും നോക്കി പോകുന്ന, ഇത് എൻ്റെ ഒരു സ്കൂളിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ജീവിതാനുഭവം ഇവിടെ പങ്കുവയ്ക്കുന്നത്. അവരുടെ പേര് വിവരങ്ങളൊന്നും പറയുന്നില്ല, അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഭർത്താവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അത്രയും നല്ല സ്വഭാവമുള്ള, ഭാര്യ ഒരു കാര്യത്തിന് പോലും വഴക്ക് പറയാത്ത അത്തരത്തിലുള്ള ഹസ്ബൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയിക്കേണ്ട കാര്യമില്ല, വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ ഇദ്ദേഹം ഒരു എൻജിനീയറാണ്. അപ്പോൾ പ്രോജക്റ്റ് എവിടെയൊക്കെ കിട്ടുന്നു ആ സ്ഥലങ്ങളിൽ സൈറ്റ് എൻജിനീയറായിട്ട് പോകേണ്ടി വരുമ്പോൾ, ദൂര സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെയൊക്കെ വാടകയ്ക്ക് വീടെടുത്താണ് താമസിക്കുന്നത്. കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഭാര്യയും മക്കളും ഈ സ്ഥലത്ത് തന്നെ, അവരുടെ സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്ത്, അവിടെ സ്വന്തം വീടാണ്. അപ്പോൾ ബന്ധുക്കളുമൊക്കെ ഉള്ളതുകൊണ്ട് അവരിവിടെ തന്നെ നിൽക്കുന്നു. അവർ ഇദ്ദേഹത്തോടൊപ്പം പോകാറില്ല. കാരണം 3 മാസത്തേക്കോ 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ഉള്ള സ്ഥലമാണ് ഇദ്ദേഹം വർക്കിനായി പോകുന്നത്. ലീവ് കിട്ടുമ്പോൾ 2 ദിവസം 3 ദിവസത്തേക്ക് ഇയാൾ ഇവിടെ വരാറുമുണ്ട്. അപ്പം ഈ ഭാര്യ ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അപ്പോൾ ഈ പറയുന്ന ഭർത്താവിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു പ്രോജക്റ്റ് കിട്ടുന്നോ ആ പ്രോജക്റ്റിൻ്റെ അവിടെ പോയി വീട് വാടകയ്ക്കെടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ, അതായത് ഡിവോഴ്സി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ പരിചയപ്പെടുകയും അതുവഴി അവരെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടു നടക്കുകയും അവർക്കും ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും ഒരു ഹെൽപ്പാവുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഈ വ്യക്തിയെ നല്ല രീതിയിൽ വിശ്വസിക്കും. അങ്ങനെ അവരുമായി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ജീവിക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ പ്രോജക്റ്റ് തീരുന്നതോടുകൂടി ആ ബന്ധം അവസാനിപ്പിച്ച് ഈ പുള്ളി സ്വന്തം വീട്ടിലേക്ക് വന്ന് അവിടെ സുഖകരമായി ജീവിക്കും. ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കവേ ഒരു സ്ഥലത്തുള്ള ഒരു പ്രോജക്റ്റിൽ ഇതുപോലെയുള്ള ഒരു ഡിവോഴ്സി ആയിട്ടുള്ള ഒരു സ്ത്രീയുമായി പരിചയപ്പെട്ട് അവർക്കൊരു കുട്ടിയുണ്ട് കേട്ടോ. എന്നിട്ട് ഇയാൾ ഈ ക്വാർട്ടേഴ്സിൽ, ഈ വാടകയ്ക്കെടുത്ത വീട്ടിൽ, ജോലി സ്ഥലത്ത് താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വൈഫില്ലേ? അപ്പോൾ പറയുകയാണ്, ഞാൻ ഒരു ഡിവോഴ്സിയാണ് എന്ന് പറഞ്ഞാണ് പലരെയും പരിചയപ്പെടുന്നത്. ആരും ഇങ്ങനെ വന്നിട്ട് പേപ്പർ കാണിക്കൂ, നിങ്ങളെ ഡിവോഴ്സിൻ്റെ പേപ്പർ കാണിക്കുമെന്നൊന്നും പറയാനുള്ള ബുദ്ധിയുള്ള സ്ത്രീകളെ അല്ല ഇയാൾ കാണുന്നത്. ഈ സൈറ്റിലൊക്കെ ജോലിക്കൊക്കെ വരുന്ന അത്തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് പരിചയപ്പെടുന്നത്, അങ്ങനെ നിൽക്കുന്ന. അപ്പോൾ ഈ ഒരു സ്ത്രീ, പർട്ടിക്കുലർ സ്ത്രീയെ പരിചയപ്പെട്ടു. അപ്പോൾ അവരോടും ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ വർക്കൊക്കെ തീരാറായി. അപ്പോൾ ഈ പുള്ളി നാട്ടിലേക്ക് വരുന്നു, സ്വന്തം വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം ഈ ലേഡിക്ക് ഒരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് ഈ ലേഡി എന്തുകൊണ്ടാണ് ഇയാൾ വരാത്തതെന്നുള്ള വിവരങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് തളർന്നു. കാരണം അത്രയും സ്നേഹമായിട്ട് അവരെ നോക്കിയതുകൊണ്ട് ഈ ഒരു സ്ത്രീ മാത്രം, ഇതിന് മുമ്പുള്ള സ്ത്രീകളൊക്കെ ഇതുപോലെ കുറേ നോക്കി അന്വേഷിച്ച് കാണാതായപ്പോൾ വിട്ടു. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സ്ത്രീ മാത്രം വിടാൻ തയ്യാറായില്ല. ഇയാളുടെ രേഖകളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവർ ഈ സ്ഥലത്തെത്തി. ഇദ്ദേഹം താമസിക്കുന്ന വീടിനടുത്തെത്തുകയും വീട്ടിനകത്തേക്ക് ബെല്ലടിച്ച് കയറി വന്ന് ഭാര്യ, മക്കൾ, ഇദ്ദേഹം എല്ലാവരും ഇരിക്കുകയാണ്. ഇയാൾ എവിടെയോ പോകാൻ വേണ്ടി ഒരുങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കുട്ടപ്പനായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ ഡിവോഴ്സിയായി ഇയാൾ കൂടെ താമസിപ്പിച്ചിരുന്ന സ്ത്രീയുടെ എൻട്രി. അവർ 2-3 ആൾക്കാരും അവരുടെ സഹോദരനെയൊക്കെ കൂട്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. വന്ന് കയറിയ പാടെ മനസ്സിലായി ഇയാൾക്ക് ഇവിടെ ഒരു കുടുംബം ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് യഥാർത്ഥ റിയൽ ഭാര്യ എന്ന് ഈ സ്ത്രീ മനസ്സിലാക്കുകയും അപ്പം തന്നെ അവരോട് കാണിച്ച സ്നേഹവും കാര്യത്തിനും ഇയാളെ ഇങ്ങനെ കുത്തിന് ഇങ്ങനെ കോളറുണ്ടല്ലോ, കോളറിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി
പൂജയൊക്കെ പടമൊക്കെ വയ്ക്കുന്നില്ലേ, ആ സ്ഥലത്തൊരു സോഫ ഉണ്ടായിരുന്നു. ആ സോഫയിൽ കൊണ്ടുവന്ന് ഇരുത്തി ഇയാളെ കൈ ഇങ്ങനെ 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 അവരെ കൊണ്ട് എങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അടിക്കുകയാണ്. അവസാനം ഈ പൂജയ്ക്ക് വെച്ചിരുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുന്ന കിണ്ടി നമ്മുടെ, അതെടുത്ത് ഇയാളെ എനിക്കത് പറഞ്ഞപ്പോൾ തന്നെ ചിരി വരികയാണ് കേട്ടോ. അപ്പോൾ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യയും മക്കളും കൂടെ ചെന്ന് ആ സ്ത്രീയെ പിടിച്ചു മാറ്റി. അപ്പം എന്തിനാണ് നിങ്ങളിങ്ങനെ ഇത്രയൊക്കെ ഇവർക്ക് ഒന്നും ചെയ്യാൻ വയ്യ, കാരണം ഇയാൾ തലങ്ങം വിലങ്ങനെ അടിക്കുകയാണ്. ഇയാളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൂപ്പിക്കൊണ്ട് പറയുകയാണ്, അയ്യോ എന്നെ അടിക്കല്ലേ അടിക്കല്ലേ അടിക്കല്ലേ. ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബിടെക് പഠിച്ച ഒരാൾ സ്വന്തം ഭാര്യയെ ഇത്ര സ്നേഹത്തോടെ നോക്കി, ഭാര്യയ്ക്ക് ഒരു ചെറിയ സംശയം പോലും ഇക്കാര്യത്തിൽ അയാളോടില്ല എന്നാലോചിക്കുക. എന്നിട്ട് ഇയാളിങ്ങനെ കയ്യും തൊഴുതുകൊണ്ട് എന്നെ അടിക്കല്ലേ അടിക്കല്ലേ, കാരണം നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ അടിക്കുമ്പോൾ. തലങ്ങം വിലങ്ങനെയുള്ള അടിയല്ലേ, പ്രതീക്ഷിക്കാത്ത അടിയാണ്, ഇരുട്ടടി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള അടിയാണ്. അപ്പോൾ എന്നിട്ട് അവസാനം കിണ്ടിയൊക്കെ എടുത്ത് അടിച്ച് ഇവിടെ നിന്ന് രക്തമൊക്കെ ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങിയപ്പം ഭാര്യയൊക്കെ ചെന്ന് ഈ ലേഡിയെ പിടിച്ചു മാറ്റി. പിന്നെ ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ലല്ലോ. എല്ലാവരെയും ചതിച്ച്, സ്നേഹത്തിൽ കൂടെയാണ് എല്ലാവരെയും ചതിക്കുന്നത് കേട്ടോ. ഒരു സ്ത്രീകളെയും ദേഹോപദ്രവമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുടുംബവും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പം ഇവർ അവസാനം ഈ ലേഡി ഭാര്യയോട് പറയുകയാണ്, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു വൈഫുണ്ടെന്നുള്ള കാര്യം, ഇദ്ദേഹം ഡിവോഴ്സ് ചെയ്യണമെന്നും പറഞ്ഞാണ് ഇങ്ങനെ വന്നത്. പിന്നെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇയാൾ പല സ്ഥലത്ത് ഇതുപോലെ പല ലേഡികളുമായി താമസിച്ചിട്ട് അവരെയൊക്കെ വിട്ടിട്ടുണ്ട്. ഈ ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ലേഡി മാത്രമാണ് ഇവരെ തിരക്കി ഇറങ്ങിയത്. അതുകൊണ്ട് മാത്രം ഭാര്യയ്ക്ക് അറിയാൻ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം. അവസാനം ഹോസ്പിറ്റലിൽ പോയി നല്ല ഇവിടെ മുറിഞ്ഞ ഭാഗമൊക്കെ പിന്നെ ബാൻഡേജൊക്കെ ഒട്ടിച്ച് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് പുള്ളി മാനസികമായിട്ട് ഇത് പ്രതീക്ഷിച്ചില്ലല്ലോ, അങ്ങനെയായി. അവസാനം പോകാൻ നേരം ആ ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീ ഭാര്യയോട് പറയുകയാണ്, ആരെ വെച്ചുകൊണ്ടിരുന്നാലും ഇയാളെ ഇനി ഭർത്താവായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത്, കാരണം പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് അടിയും കൊണ്ട് നടക്കുന്ന ഇത്തരക്കാരൻ ഇനി ഒരാൾ വന്ന് ഇയാളെ എന്താണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും ഈ വ്യക്തിയോടൊപ്പം തുടരുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ശാപവാക്കുകളും ഒക്കെ പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങി കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. ഇയാൾ അടിയും കൊണ്ട് ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കും. ഭാര്യയുടെ അടുത്ത് പിന്നെ മാപ്പും അത് കാലിൽ പിടിച്ച് മാപ്പ് വയ്ക്കുക, പിന്നെ കരയുക, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ ഡ്രാമാസൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ഭാര്യയുടെ പിന്നെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയും ക്ഷമ കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പല സ്ത്രീകളെയും ചതിച്ച് ഇയാൾക്ക് ഒരു ദിവസം കിട്ടിയ 8ൻ്റെ ഈ പണി അത് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത, കാരണം അടി കിട്ടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമല്ലേ. തലങ്ങ വിലങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷിക്കാത്ത അടി എന്ന് പറയുമ്പോൾ എനിക്കത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ചിരിയും വന്നു. പിന്നീട് എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും അറിയില്ല. അടിപിടി അക്രമമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഓക്കെ, ഇയാളോടുള്ള ദേഷ്യം കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വരും. പക്ഷേ ഇതുപോലെ സ്നേഹമായി നോക്കിയിട്ട് ചതിക്കുന്ന ആൾക്കാരെക്കുറിച്ച് നമുക്ക് പറയാൻ വാക്കുകളില്ലല്ലോ. അപ്പോൾ ഈ വീട്ടമ്മയോട് പിന്നെ അവരുടെ സഹോദരനും കുടുംബക്കാരും ഒക്കെ വന്ന് പറഞ്ഞു, എന്തായാലും നിനക്ക് ചിലപ്പോൾ ഇഷ്ടം കാണില്ല, ഇയാളിങ്ങനെ ചതിച്ചു, പക്ഷേ ഇയാൾ നിങ്ങളെയൊക്കെ നന്നായിട്ട് നോക്കിയില്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനി പ്രായം കൂടി വരും തോറും ഇയാൾ ഇനി അങ്ങനെയൊന്നും പോവില്ല, നീ എന്തായാലും ക്ഷമിക്കെന്നൊക്കെ പറഞ്ഞു. കുട്ടികൾക്ക് അച്ഛനും വേണം, അപ്പോൾ അതുകൊണ്ട് ഇയാൾ വീട് നോക്കുന്നുണ്ടായിരുന്നു, നിന്നെ അടിക്കുന്നില്ല, ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഭാര്യയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയല്ലേ പരസ്ത്രീ ബന്ധം എന്ന് പറയുന്നത്. അത് ആവോളം ഉണ്ട് കേട്ടോ, ഒരു കുറവുമില്ല. ഇങ്ങനെ പിന്നെ എവിടെ കണ്ടാലും അവിടേക്ക് ഒന്ന് പോകാമെന്നുള്ള ഒരു ഉദ്ദേശക്കാരനാണ്, സ്നേഹസമ്പന്നനാണ്. പക്ഷേ കയ്യിലിരിപ്പ് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭർത്താവിന് ഒരു വീട്ടിൽ 2 പിന്നെ മനുഷ്യർ, മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്ന 2 മനുഷ്യരായിട്ട് ഇപ്പോഴും ആ ജീവിതം ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ അയാൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല. പ്രോജക്റ്റുകൾ ദൂരെ കിട്ടിയാൽ അത് പിന്നെ കഴിവിൻ്റെ പരമാവധി അവോയ്ഡ് ചെയ്തിട്ട് നാട്ടിലൊക്കെയുള്ള പ്രോജക്റ്റ് മാത്രം ചെയ്ത് ജീവിക്കുകയാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാണ് ആ വീട്ടമ്മ ഇപ്പോൾ പറയുന്നത്. പക്ഷേ എന്നാൽ ആ വീട്ടമ്മയുടെ മനസ്സിൽ അന്ന് കണ്ട ആ ഒരു രംഗമുണ്ടല്ലോ, അത് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ പഴയതുപോലെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ അവർക്ക് കഴിയുന്നില്ല. ഒരു വീട്ടിൽ 2 മനുഷ്യർ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച, സ്നേഹം പുറത്ത് കാണിക്കുന്ന എല്ലാവരും ഒരുപോലെ നല്ലവരാണ്, അവർ ചതിക്കാത്തവരാണെന്നുള്ള ഒരു ചിന്തയൊന്നും നമുക്ക് ആർക്കും വേണ്ട എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും നമുക്കിടയിലുണ്ട്, ഭർത്താക്കന്മാർക്കിടയിൽ ആത്മാർത്ഥ സ്നേഹം സൂക്ഷിക്കുന്നവരുമുണ്ട്, ആത്മാർത്ഥത കാണിച്ച് ചതിക്കുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ഈ ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ച ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് അതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. അപ്പോൾ എനിക്ക് ഇതറിയാൻ സാധിച്ചപ്പോൾ ഇത് നിങ്ങളോടൊന്ന് പറയണം, ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആകുന്നുവെങ്കിൽ ആകണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. ലവ് യു ഓൾ. അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.